വട്ടണാത്രയിൽ കായാമ്പൂ പൂവിട്ടത് മനം മയക്കുന്ന കാഴ്ചയായി. അപൂർവമായി മാത്രമാണ് കായാമ്പൂ പുഷ്പിക്കാറുള്ളത്. റിട്ടയേർഡ് അധ്യാപിക വട്ടണാത്ര മഞ്ഞളി ബേബി തോമസിന്റെ വീട്ടുപറമ്പിലാണ് കായാമ്പൂ ചെടി പൂവിട്ടത്. ശ്യാമവർണ്ണം വിതറുകയാണ് വട്ടനാത്രയിലെ ബേബി ടീച്ചറിന്റെ വീട്ടുപറമ്പിലെ കായാമ്പൂ കാഴ്ച. പൂത്താൽ അടിമുടി നീലവർണ്ണം അണിയുന്നു എന്നത് ഈ ചെടിയുടെ മാത്രം പ്രത്യേകതയാണ്. പറമ്പിൽ സ്വാഭാവികമായി ഉണ്ടായതെന്നും വച്ചുപിടിപ്പിച്ചതല്ലെന്നും വീട്ടുകാർ പറയുന്നു. ഈ ചെടി ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കായാമ്പൂ ആണെന്ന് അറിയണ്ടായിരുന്നില്ല. ചെടി എന്ന് വെച്ചാൽ ഏകദേശം 5 അടി ഉയരൊക്കെ ഉള്ളൂ. പക്ഷേ പൂവുണ്ടായപ്പോഴാണ് ഇത് കായാമ്പൂ ആണെന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. ഇതുവരെ ഇത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. ശ്രീകൃഷ്ണന്റെ നിറമാണ്, കാണാൻ വളരെ മനോഹരമായ പൂവാണ്. കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആദ്യം ഇത് എന്ത് ചെടിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെന്നും പിന്നീട് ഗൂഗിളിൽ തിരഞ്ഞു നോക്കിയപ്പോഴാണ് കായാമ്പൂവാണെന്ന് മനസ്സിലായതെന്നും കുടുംബം പറയുന്നു. ഞാൻ ജനിച്ചിട്ട് ഇപ്പൊ 36 വർഷം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പൂവ് മനോഹരമായിട്ട് നിൽക്കുന്നത് കാണുന്നത്. ഈ ഒരു പൂവിന്റെ പ്രത്യേകത ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായത്. ഇത് കായാമ്പൂ എന്ന് പറയുന്ന ഒരു സസ്യമാണ്. ഇതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. ഒരുപാട് വർഷങ്ങളായിട്ട് പണ്ടത്തെ തലമുറയിൽ ഇങ്ങനെ ഈ ഒരു സസ്യത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും അതുപോലെ തന്നെ അറിവുകൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് യൗവനം നിലനിർത്താനായിട്ട് നമ്പർ 1 ഔഷധം ആയിട്ടുള്ള ഒരു സസ്യമാണെന്നാണ് കേട്ടത്. എന്തായാലും എൻ്റെ വീട്ടിൽ തന്നെ ഈ ഒരു സസ്യം നേരിട്ട് കാണാൻ സാധിച്ചിൽ അതിയായ സന്തോഷമുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ കായാമ്പൂവിന്റെ വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കായാമ്പൂ പൂവിടുന്നത്. കായാമ്പൂ നൈസർഗികമായി വളർന്നു വന്ന കുന്നുകൾ ഇല്ലാതായതോടെ വംശനാശ ഭീഷണിയിലാണ്. കായാമ്പൂ പൂക്കുന്നത് പുണ്യമാണെന്ന് കരുതിയ ഒരു തലമുറയുണ്ടായിരുന്നു. നല്ല കരുത്തുള്ള കായാമ്പൂ മണ്ണൊലിപ്പ് തടയാനും വെച്ചുപിടിപ്പിച്ചിരുന്നു. മനോഹരമായ നീലവർണ്ണത്തിലുള്ള പൂക്കൾ തണ്ടിനോട് പറ്റിപ്പിടിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. കായാമ്പൂ ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയുമാണ്. 10 അടിയോളം ഉയരം വെക്കുന്ന കായാമ്പൂ ചെടി പ്രധാന ഔഷധ സസ്യങ്ങളിലൊന്നാണ്. കായാവ്, അഞ്ജനം, കനലി, കാശാവ് എന്നീ പേരുകളിലും ഈ ചെറുസസ്യം അറിയപ്പെടുന്നു. ഉറപ്പുള്ള തണ്ടുള്ള ചെടിയായതിനാൽ കത്തിക്ക് പിടിക്കാനും ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നു. കായാമ്പൂവിന്റെ വേരുകളും ഇലകളും ഔഷധമായി ഉപയോഗിക്കുമ്പോൾ കട്ടിയുള്ള തണ്ടുകൾ ചെണ്ടക്കോലായും ഊന്നുവടിയായും ഉപയോഗിക്കുന്നു. തണ്ടിൽ പൂക്കുന്ന പൂവിന് നേരിയ സുഗന്ധവുമുണ്ട്. കായാമ്പൂ ചെടി പൂത്തുലഞ്ഞ കാഴ്ച കാണാനും ചിത്രമെടുക്കുവാനുമായി ബേബി തോമസിന്റെ വീട്ടിൽ സന്ദർശക പ്രവാഹമാണ്.